Hello, dear friends. So, NMIMS, Narsi Munji Institute of Management Studies, India, one of the best B schools എന്ന് പറയാൻ പറ്റുന്ന ഒരു കോളേജിന്റെ റിസൾട്ട്സ് വന്നിട്ടുണ്ട്. സോ ലോട്ട് ഓഫ് യു ആർ കൺഫ്യൂസ് ബിക്കോസ് അടുത്തൊരു 1 വീക്കിനുള്ളിൽ നിങ്ങൾ അവരുടെ ഫീസ് പേ ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ഫീസ് പേ ചെയ്യണോ വേണ്ടേ, എങ്ങനെയുണ്ട് ഈ കോഴ്സ്, എങ്ങനെയുണ്ട് ഈ കോളേജ് മുതലേ ഒരുപാട് സംശയങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചോദിക്കുന്നുണ്ട്. സോ ഞാൻ NMIMSലുള്ള എൻ്റെ അവിടെയുള്ള ഫ്രണ്ട്സ്, പിന്നെ ദർ ആർ ലൈക്ക് മൾട്ടിപ്പിൾ പ്രോഗ്രാംസ്. ചില ആൾക്കാർക്ക് MBA ഇൻ ബിസിനസ് അനലിറ്റിക്സ്, അല്ലെങ്കിൽ MBA ഇൻ HR, അല്ലെങ്കിൽ MBA ഇൻ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ, ഇങ്ങനത്തെ പല കോഴ്സസിനെ കുറിച്ച് കൂടുതൽ അറിയേണ്ട ആവശ്യമുണ്ട്. ബിക്കോസ് അങ്ങനെയുള്ള സ്പെസിഫിക് പ്രോഗ്രാമിൽ നിങ്ങൾക്ക് കോൾ കിട്ടിയ ആൾക്കാർക്ക്. സോ ഞാൻ ഇതിൽ മെയിനായിട്ട് MBA ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷനെ കുറിച്ച് കൂടുതൽ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. സോ അതും ഞാനൊന്ന് ടച്ചപ്പ് ചെയ്യുന്നുണ്ടാവും. പിന്നെ ജനറൽ ആയിട്ട് NMIMS ആസ് എ ബി സ്കൂൾ എങ്ങനെയുണ്ട്, ഷുഡ് യു ടേക്ക് ഇറ്റ് ഷുഡ് യു ടേക്ക് ഇറ്റ് ഓർ ലീവ് ഇറ്റ് എന്നുള്ളതായിരിക്കും ഈ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. സോ ആദ്യം തന്നെ NMIMS കുറിച്ച് പറയുമ്പോൾ ഏതാണ്ട് 1980s ഫൗണ്ട് ചെയ്തിട്ടുള്ള ഒരു അത്യാവശ്യം നല്ല രീതിയിൽ ലെഗസി ഉള്ള ഒരു കോളേജാണ്. അപ്പം എന്തുകൊണ്ട് കോളേജിന്റെ പ്രായം കൂടുമ്പോൾ നിങ്ങൾക്ക് അതൊരു ബെറ്റർ കോളേജ് ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇപ്പം ഒരുപാട് പഴക്കമുള്ള കോളേജ് ഏതെടുത്താലും അതിന്റെ ഇപ്പോഴത്തെ ലെവൽ നിങ്ങൾ നോക്കണ്ട. ഇപ്പൊ ചില കോളേജസ് ചിലപ്പം ABC ഒക്കെ വളരെ മുകളിൽ നിൽക്കുന്നു, SPJ മുകളിൽ നിൽക്കുന്നു, XLRA മുകളിൽ നിൽക്കുന്നു. ചില കോളേജുകൾ താഴോട്ടും പോയിട്ടുണ്ട്. ഇപ്പൊ ഉദാഹരണം IMT ഗാസിയാബാദ് ഒരു കാലത്ത് ഇന്ത്യസ് വൺ ഓഫ് ദി ബെസ്റ്റ് ബി സ്കൂൾസ് ആയിരുന്നു. പക്ഷെ അവിടെ നിന്ന് അവർ താഴോട്ട് പോയിട്ടുണ്ട്. പിന്നെ ഇപ്പോ ഇർമ എടുത്തു കഴിഞ്ഞാൽ ഇർമ അറ്റ് എ പോയിന്റ് ഓഫ് ടൈം ഒരു ടോപ്പ് 10 ബി സ്കൂൾസ് ഓഫ് ദി കൺട്രി ആയിരുന്നു. അവിടെ നിന്ന് താഴോട്ട് പോയിട്ടുണ്ട്. ബട്ട് ദെൻ ഇത്ര അധികം വർഷം അവര് ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ അവരുടെ ആദ്യത്തെ ബാച്ചസിലെ അലൂമിനീസ് ഒക്കെ ഒരുപാട് വലിയ പൊസിഷൻസിൽ ഇപ്പം പല കമ്പനീസിന്റെയും CMO അല്ലെങ്കിൽ CXO റോൾസിലും അല്ലെങ്കിൽ കൺസൾട്ടിങ്ങിലാണെങ്കിൽ അവരുടെ ഒരു കൺസൾട്ടിങ് പാർട്ട്ണർ ലെവലിലൊക്കെ ഇരിക്കുന്നുണ്ടാവും. സോ ഇതൊരു വലിയൊരു ആഡ് ഓൺ ആയിരിക്കും. ബിക്കോസ് നിങ്ങളുടെ ഒരു കോളേജിന്റെ ഫുട് പ്രിന്റ് അല്ലെങ്കിൽ നിങ്ങളുടെ അലൂമിനിയുടെ ഫുട് പ്രിന്റ് എപ്പോഴും ഇമ്പോർട്ടന്റ് ആയിരിക്കും. ആ ഒരു കേസിൽ നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ നോക്കുക, NMIMSന്റെ അലൂമിനീസ് വളരെ സ്ട്രോങ് അലൂമിനി ബേസ് ഉണ്ട്. ഇനി NMIMS എന്ന് പറയുമ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന മൊത്തം NMIMS മുംബൈ ക്യാമ്പസിന്റെ, അവർക്ക് മുംബൈയിൽ തന്നെ നവി മുംബൈയിൽ വേറെ ക്യാമ്പസ് ഉണ്ട്, ഹൈദരാബാദ് ഉണ്ട്, ബാംഗ്ലൂർ ഉണ്ട്, ഒരുപാട് ക്യാമ്പസ് ഉണ്ടാവും. അതിപ്പം ജസ്റ്റ് ലൈക്ക് എനി അതർ പ്രൈവറ്റ് ബി സ്കൂൾ. ഇപ്പം സിംബയോസിസ് എടുത്തു കഴിഞ്ഞാൽ SIBM പൂനെ ആണ്. SIBM പൂനെയെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. when I talk about symbiosis, I'm not talking about SIBM ബാംഗ്ലൂർ or any other SIBM out there or സിംബയോസിന്റെ ബാക്കി SSSഉം SIOMനെ കുറിച്ച് ഒന്നും അല്ല സംസാരിക്കുന്നത്. ഐ എം ജസ്റ്റ് ടോക്കിംഗ് അബൌട്ട് അവരുടെ ഒരു മെയിൻ കോളേജ്. കാരണം ആ കോളേജിന്റെ മുകളിൽ ബിൽഡ് ചെയ്ത ഒരു ബ്രാൻഡ് ലെവറേജ് ചെയ്യുകയാണ് ഇവർ ശരിക്കും പുതിയ ക്യാമ്പസ് എടുത്ത് ചെയ്യുന്നത്. അപ്പോൾ പുതിയ ക്യാമ്പസിൽ പോയി കഴിഞ്ഞാൽ യു വോണ്ട് ഗെറ്റ് ഈ പറയുന്ന അഡ്വാൻറ്റേജ്. കാരണം അലൂമിനീസ് എന്നൊക്കെ പറയുന്നത് ടു ആൻ എക്സ്റ്റെന്റ് അവരുടെ പേരന്റ് ക്യാമ്പസും അവരുടെ ആ ഒരു കോർ പ്രോഗ്രാമുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്നതായിരിക്കും കൂടുതലും ലെഗസി അലൂമിനീസ് എന്ന് പറയുന്നത്. ഇപ്പോൾ സിംബയോസിസ് SIBM പൂനെയുടെ ഒരു അലൂമിനി ചിലപ്പോൾ നാളെ ഗൂഗിളിന്റെ CEO ആണെന്ന് വെച്ചിട്ട് ആ സിംബയോസിസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് മൊത്തം അത് ക്ലെയിം ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അത് ലെവറേജ് ചെയ്യാൻ പറ്റില്ല. സോ അതൊരു തമ്പ് റൂൾ ആയിട്ട് വെക്കുക. NMIMSന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പെക്യുലർ ബി സ്കൂൾ ആണ്. വൈ? ബിക്കോസ് ഒന്ന്, അതിന്റെ ഫീസ് അത്യാവശ്യം കൂടുതലാണ്. ഫീസ് കൂടുതലെന്ന് പറയുമ്പോൾ ഞാനിത് പറയുന്നതൊക്കെ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതുവരെ വേറൊരു ബി സ്കൂളിൽ പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ ചെറിയ രീതിയിൽ ഒരു കമ്പാരിസണും കൂടെ വെച്ചിട്ട് പറഞ്ഞുതരാം. പ്രോസ് ഒരുപാടുണ്ട്, കോൺസ് ഒരുപാടുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇത് മുംബൈയിലാണ് ഈ പറയുന്ന ഒരു ക്യാമ്പസ് വരുന്നത്. മുംബൈയിൽ ഈ ക്യാമ്പസ് വരുന്നതുകൊണ്ട് കൂടി തന്നെ റിയൽ എസ്റ്റേറ്റ് വളരെ എക്സ്പെൻസീവ് ആണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ദേ ഡോണ്ട് ഹാവ് എ ക്യാമ്പസ് ഇൻ മുംബൈ, ദേ ആർ ഹാവിംഗ് വൺ ബിൽഡിംഗ്. ഇതാണ് ഈ പറയുന്ന ഒരു കോളേജ്. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ക്യാമ്പസ് ലൈഫ് എങ്ങനെ ഉണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേഴ്സണലി ഞാൻ പറയുകയാണെങ്കിൽ ക്യാമ്പസ് ലൈഫ് ഡിഫറെന്റ് ആയിരിക്കും. നിങ്ങളിപ്പോൾ ഒരു IIM ABC LKIയിലോ അല്ലെങ്കിൽ ഈ പറയുന്ന XLRAയിലോ വലിയ ക്യാമ്പസ് ഉള്ള ഈ പറയുന്ന ക്യാമ്പസിൽ പോകുന്ന പോലത്തെ ഒരു ക്യാമ്പസ് ലൈഫ്, അതായത് നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് ക്ലാസ്സിൽ പോകുന്നു, അത് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഹോസ്റ്റലിൽ പോകുന്നു, നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് പാർട്ടി ചെയ്യുന്നു, ഇങ്ങനത്തെ ഒരു സംഭവം നടക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. പക്ഷേ ഈ ക്യാമ്പസ് എന്ന് പറയുന്ന ഒരു ബിൽഡിംഗിൽ തന്നെ നിങ്ങൾക്ക് രാത്രി വേണമെങ്കിൽ 2 മണി 3 മണിയൊക്കെ വരെ നിൽക്കാൻ പറ്റും. സോ അവിടെ അങ്ങനെ നിൽക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾ സ്വന്തമായിട്ട് ഇടിച്ചു കയറി നെറ്റ്വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാടൊന്നും നെറ്റ്വർക്കിങ്ങിൽ വലുതായിട്ട് മിസ് ഔട്ട് ചെയ്യാനുള്ള ചാൻസസ് ഇല്ല. NMIMSന് സ്വന്തമായിട്ട് ഹോസ്റ്റൽസ് ഉണ്ട്, വളരെ കുറച്ച് ആൾക്കാർക്ക് നിൽക്കാൻ പറ്റുന്നത്. പക്ഷേ ദാറ്റ് ഇസ് ലൈക്ക് ഡാം ടു എക്സ്പെൻസീവ് ആൻഡ് അവിടുത്തെ ഫുഡും അത്ര നല്ലതല്ല എന്നാണ് കേൾക്കുന്നത്. സോ അത് എടുത്തു കഴിഞ്ഞാലും യു വിൽ ഹാവ് ടു ഹാവ് ഫുഡ് ഫ്രം ഔട്ട്സൈഡ് വിച്ച് വിൽ അഗൈൻ ഷൂട്ട് അപ്പ് യുവർ എക്സ്പെൻസസ്. സോ മോസ്റ്റ് ഓഫ് ദി ആൾക്കാർ ചെയ്യുന്നത് മുംബൈയിൽ അതിന്റെ അടുത്ത് ഫ്ലാറ്റ് അല്ലെങ്കിൽ അപ്പാർട്ട്മെന്റ്സ് എടുത്ത് നിൽക്കുക എന്നുള്ളതാണ് ചെയ്യാറുള്ളത്. ആൻഡ് ഇത് ഗ്രൂപ്പായിട്ടാണ് എടുത്ത് നിൽക്കാറുള്ളത്. ആൻഡ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവരെടുത്ത് ചോദിച്ചു വെച്ചിട്ട് നിങ്ങൾക്കൊരു 20,000 പെർ പേഴ്സൺ പെർ ഹെഡ് ഇൻക്ലൂഡിങ് നിങ്ങളുടെ ബേസിക് ഗ്രോസറി ആൻഡ് നിങ്ങളുടെ അക്കോമഡേഷൻ ആൻഡ് ഹൗസ് കീപ്പിംഗ് ടു 50,000 വരെ പോവാം. എന്നാലും 30,000 ഒക്കെ നിങ്ങൾ പെർ മന്ത് സ്പെൻഡ് ചെയ്താൽ വളരെ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഡീസെന്റ് ആയിട്ട്, അതായത് ഞാൻ പേഴ്സണലി ബിലീവ് ചെയ്യുന്നത് നിങ്ങൾ MBA പോലത്തെ ഒരു പ്രീമിയം പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ദാരിദ്ര്യവും കഷ്ടപ്പാടും കഞ്ഞിയും പയറും ആയിട്ട് അല്ല അത് ചെയ്യേണ്ടത്.
നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ മെമ്മറബിൾ ആയിട്ട് നിങ്ങൾ സ്ട്രഗിൾ ഇപ്പം ഉദാഹരണത്തിന് നമ്മൾ ഈ ഫുൾ ക്യാമ്പസ് ഉള്ള പ്രോഗ്രാംസിനൊക്കെ പോകുന്ന സമയത്തുള്ള ഗുണം എന്ന് പറഞ്ഞാൽ ടേക്ക് കെയർ ഓഫ് എവറിത്തിങ്. ഐ മീൻ ഒരു അടിപൊളി ക്യാമ്പസിലോട്ട് നിങ്ങൾ പോകുന്നു, അവിടെ സിംഗിൾ റൂം ഹോസ്റ്റൽസ് ഉണ്ടാവും, അവിടെ വേൾഡ് ക്ലാസ് ഇൻഫ്രാസ്ട്രക്ചർ, പിന്നെ ഫെസിലിറ്റീസ് കാര്യങ്ങളെല്ലാം ഉണ്ടാവും എന്നുള്ളതൊരു വലിയൊരു ആഡ് ഓൺ ആണ്. അപ്പൊ ഇവിടെ ആ ഒരു സാധനം ഇല്ല. പക്ഷെ നിങ്ങൾക്ക് അതേ ഫെസിലിറ്റീസ് പുറത്ത് അവൈൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ യു വിൽ ഹാവ് ടു സ്പെൻഡ് അതിൽ ഒരു 20,000 to 30,000 പെർ മന്ത് നിങ്ങൾ കാണണം. ഇത് നിങ്ങൾ ഈ പറയുന്ന ട്യൂഷൻ ഫീസിന്റെ ഒക്കെ മുകളിലാണ്. സോ ഇറ്റ്സ് എൻ എക്സ്പെൻസീവ് പ്രോഗ്രാം എന്നുള്ളത് ആദ്യം തന്നെ പറയട്ടെ. പക്ഷെ അറ്റ് ദി സെയിം ടൈം നിങ്ങൾ എപ്പോഴും അത് കംപ്ലീറ്റ്ലി ROI ബേസിസിൽ നോക്കി ഇതിന്റെ പൈസ കൂടുതലാണെന്ന് വിചാരിച്ചത് ഒഴിവാക്കേണ്ട ആവശ്യമില്ല. കാരണം ഒരു MBA പ്രോഗ്രാം, ഇപ്പൊ ഉദാഹരണത്തിന് IPM എന്ന് പറയുന്ന പ്രോഗ്രാമിൽ ഒരുപാട് നമ്മളുടെ കുട്ടികൾ ഉൾപ്പെടെ പോകുന്നുണ്ട്. 5 വർഷത്തെ IIM ഇൻഡോറിന്റെ 3 year UG + 2 year MBA പ്രോഗ്രാം. ഇതിന്റെ കോഴ്സ് ഫീസ് 40 lakhs വരുന്നുണ്ട്. ഈ 40 lakhs കൊടുത്ത ആൾക്കാർ എൻറോൾ ചെയ്യുന്നു. കാരണം അറ്റ് ദി എൻഡ് ഓഫ് 5 years അവർക്ക് ഒരു MBA കാൻഡിഡേറ്റിന് കിട്ടുന്ന ജോലികളെ കിട്ടാൻ സാധ്യതയുള്ളൂ. അതായത് ലാസ്റ്റ് 2 years അവർ MBA ചെയ്യുക. അപ്പൊ MBAക്ക് 20 lakhs വേഴ്സസ് ഇവർ 40 lakhs കൊടുക്കുന്നുണ്ട്. പക്ഷെ അവർക്കും അവരുടെ ജോലിയൊക്കെ കിട്ടുന്നതുകൊണ്ട് ലോണൊക്കെ വളരെ ഈസി ആയിട്ട് മാനേജ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. ആൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും കൊളാറ്ററൽ ഫ്രീ, കോബോറൽ ഫ്രീ ലോണൊക്കെ കിട്ടും. ബട്ട് ഇഫ് യു ആർ ഹാവിംഗ് അതർ ഓപ്ഷൻസ് ടു കമ്പയർ, സേ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരു ബ്ലാക്കി പ്ലസ് ഷില്ലോങ് പ്ലസ് മുംബൈ ആൻഡ് ഒരു SIBM പൂനെ അല്ലെങ്കിൽ ഒരു MDI IIFT ഓർ സേ ഒരു SPJ ഉണ്ടെങ്കിൽ ഐ വുഡ് പ്രിഫർ ദാറ്റ് ഓവർ NMIMS. IIM ഉദയ്പൂർ തൊട്ട്, അതായത് ന്യൂ IIMസിലെ ബെസ്റ്റ് IIM ആയിട്ടുള്ള IIM ഉദയ്പൂറുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഐ തിങ്ക് NMIMS ഹാസ് എ സ്ലൈറ്റ് എഡ്ജ്. ഒബ്വിയസ്ലി കാരണം ഞാൻ കൂടുതൽ പറയാം. അതായത് NMIMസിന്റെ വേറൊരു ഡിസഡ്വാൻറ്റേജ് വലിയ ബാച്ച് സൈസ് ആണ്. അപ്പൊ കുറച്ച് കോമ്പറ്റേറ്റീവ് ആണ് കാര്യങ്ങൾ. പക്ഷെ ഇഫ് യു ട്രസ്റ്റ് ഇൻ യുവർ എബിലിറ്റീസ്, അതായത് നിങ്ങളിപ്പം നിങ്ങളുടെ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഞാൻ ഇത്രയും ടൈം എടുത്ത് എനർജി എടുത്ത് ഞാൻ കാറ്റിന് ഒരുപാട് എനർജി ഇട്ടിട്ടുണ്ട്, അപ്പൊ ഇനി ഞാൻ കയറുന്ന കോളേജിന്റെ ബ്രാൻഡ് മാത്രം ലെവറേജ് ചെയ്ത് എനിക്കധികം പണിയൊന്നും എടുത്തില്ലെങ്കിലും അല്ലെങ്കിൽ ഞാൻ ഒരുപാടൊന്നും നെറ്റ്വർക്ക് ചെയ്തില്ലെങ്കിലും ആ കോളേജിന്റെ ബ്രാൻഡ് കൊണ്ട് എനിക്കൊരു സാമാന്യം കുഴപ്പമില്ലാത്തൊരു ജോലിയിൽ കയറി അങ്ങനെ ചില്ല് ചെയ്ത് പോകണം എന്നാണ് ഉദ്ദേശമെങ്കിൽ NMIMS മൈറ്റ് നോട്ട് ബി ദി ബെസ്റ്റ് പ്ലേസ് ഫോർ യു. NMIMS ഈസ് ഫോർ ഹസ്ലേഴ്സ്. നിങ്ങൾ വൺ ഓഫ് ദി ബെസ്റ്റ് ബി സ്കൂൾസ് തന്നെയാണ്. അതൊരു ഗ്രേറ്റ് പ്ലാറ്റ്ഫോം ആണ്. കാരണം ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങൾ ഒരു ബേബി എയിമിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു Tier 3 ബി സ്കൂളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ എത്ര ബ്രില്യൻ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും യു കാൺ ഗെറ്റ് ഇൻ ടു സേ മൈക്രോസോഫ്റ്റ് ഓർ അങ്ങനത്തെ ഒരു കമ്പനിയിൽ കയറാൻ പറ്റില്ല. കാരണം ആ കമ്പനീസ് അവിടെ വിസിറ്റ് ചെയ്യുന്നില്ല. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് ആ കമ്പനി വരുന്നുണ്ടാവും. പക്ഷെ ഇറ്റ് വിൽ ബി ഹൈലി കോമ്പറ്റേറ്റീവ് ബിക്കോസ് ഒരുപാട് ആൾക്കാരുണ്ടാവും സിറ്റീസിനുള്ള നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉള്ള. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. നിങ്ങൾ മാക്സിമം ഇപ്പം ഞാൻ ഈ സംസാരിച്ച കുട്ടിയും പറഞ്ഞ ഒരു കാര്യം ഇതാണ്. സോ ഷീസ് എ സെക്കൻഡ് ഇയർ, ഐ മീൻ ഫസ്റ്റ് ഇയർ ഇപ്പം കഴിയായിരുന്നു. അപ്പം പുള്ളിക്കാരി പറഞ്ഞത് ക്ലബ്സ് കമ്മിറ്റീസ് ഒക്കെ വളരെ ആക്റ്റീവ് ആണ്. അതായത് നിങ്ങൾക്ക് ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ക്ലബ്സിന് അപ്ലൈ ചെയ്യാം. അതിന്റെയൊക്കെ പ്രോസസ്സും കുറച്ച് റിഗറസ് ആണ് ബിക്കോസ് ഓഫ് മോർ ബാച്ച് സൈസ്. പക്ഷെ അതിൽ നിന്ന് നിങ്ങൾക്ക് സെക്കൻഡ് ട്രൈമസ്റ്റർ ആകുമ്പോൾ യു വിൽ ഹാവ് ടു ചൂസ് ഒരു ക്ലബ്ബ് മാത്രമേ നിങ്ങൾക്ക് തുടരാൻ പറ്റുള്ളൂ. ഇൻട്രസ്റ്റ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ഇൻട്രസ്റ്റ് ഗ്രൂപ്പിൽ നിൽക്കാം. ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഡാൻസ് അല്ലെങ്കിൽ ഡ്രാമ, ലിറ്ററേച്ചർ എന്നൊക്കെ പറയുന്ന പോലത്തെ അതാണ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. സോ അത് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ സാധനങ്ങളുടെ പാർട്ടാവാം. ക്ലബ്ബ് കമ്മിറ്റി ഒരെണ്ണേ പറ്റുള്ളൂ. അപ്പൊ കമ്മിറ്റിയിൽ കയറണമെന്നുണ്ടെങ്കിലും കുറച്ച് കോമ്പറ്റേറ്റീവ് ആവും. അതിന്റെ ഒരു സെലക്ഷൻ പ്രോസസ്സിലൂടെ നിങ്ങൾ കടന്നു പോകണം. പക്ഷെ കയറി കിട്ടിയാൽ വളരെ മികച്ചതാണ്. ബിക്കോസ് മുംബൈയിലാണ് ഒരുപാട് എക്സ്പോഷർ ഇൻ ദ സെൻസ് ഇപ്പൊ പറഞ്ഞത് അവരുടെ ബിസിനസ് കോൺക്ലേവ് എല്ലാ വർഷവും നടക്കാറുണ്ട്. അത് വളരെ ആക്റ്റീവായിട്ട് നടക്കാറുണ്ട്. ആൻഡ് ദെൻ ഒരുപാട് സെലിബ്രിറ്റീസ് വരാറുണ്ട് മുംബൈയിൽ. ബിക്കോസ് NMIMSന്റെ ഹോളില് അവരുടെ NMIMSന്റെ ഒരുപാട് UG പ്രോഗ്രാംസ് ഉണ്ട്. ആൻഡ് UG പ്രോഗ്രാംസ് ആർ ലൈക്ക് ക്രേസി എക്സ്പെൻസീവ് പ്രോഗ്രാം. റിച്ച് കിഡ്സ് കൂടുതലും പഠിക്കുന്ന അങ്ങനത്തെ പ്രോഗ്രാം ആണ്. സോ പല സെലിബ്രിറ്റീസ് മൂവി ലോഞ്ചിനൊക്കെ അവരുടെ ഹോളിൽ ഓഡിറ്റോറിയത്തിലാണ് വരാറുള്ളത്. ദാറ്റ് ടൈം ദേ ഓൾസോ ഗെറ്റ് ടു ടേക്ക് പാർട്ട് ഇൻ ഈ പറയുന്ന സംഭവങ്ങളൊക്കെ. പിന്നെ അലൂമിനീസുമായിട്ട് കണക്ട് ചെയ്യാൻ ദേ ആർ ഹാവിംഗ് സംതിങ് കോൾഡ് ദി അലൂമിനി റിലേഷൻഷിപ്പ് കമ്മിറ്റി. അപ്പൊ അവരുമായിട്ട് റൗണ്ട് ടേബിൾ കോൺഫറൻസസ് ഇരിക്കാനും അവരുടെ കംപ്ലീറ്റ്ലി അലൂമിനി ലിസ്റ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് അവരുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ പുള്ളിക്കാരി എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാറ്റ്ഫോം അവിടെ ഉണ്ട്. ഐ മീൻ ഇപ്പം കമ്പനീസ് ആണെങ്കിലും ടോപ്പ് ടയർ കമ്പനീസ് ഇപ്പൊ ബ്ലാക്കിൽ ഹയർ ചെയ്യുന്ന അത്ര ഹയർ ചെയ്യുന്നില്ലെങ്കിലും അവർ വരും. കേസ് കോമ്പറ്റീഷൻസ് ആണെങ്കിൽ എല്ലാ കേസ് കോമ്പറ്റീഷൻസും ഓപ്പൺ ചെയ്യും. പക്ഷെ NMIMS സ്റ്റുഡൻസ്, ഞാൻ പേഴ്സണലി എന്റെ പിയേഴ്സ് ആയിട്ട് നിന്നപ്പോഴും IIM ഇൻഡോറിൽ നിന്ന സമയത്തും ഐ കുഡ് സി NMIMS സ്റ്റുഡൻസ് വേറൊരു ലീഗിലാണ് കളിക്കുന്നത്. കാരണം അവരുടെ കേസ് കോമ്പറ്റീഷൻസിൽ എപ്പോഴും വിൻ ചെയ്യുന്നുണ്ട്. അവര് ദേ പുട്ട് ഇൻ എ ലോട്ട് ഓഫ് എഫേർട്സ് ടു ബിൽഡ് ദാറ്റ് NMIMS ബ്രാൻഡ് എവിടെയൊക്കെ പോയി കഴിഞ്ഞാലും. പിന്നെ ബെസ്റ്റ് പാർട്ടീസിലേക്ക് പ്ലേസ്മെന്റ്സിൽ ലാസ്റ്റ് ഒക്കെ സ്ട്രഗിൾ ചെയ്യുമ്പോൾ ഇവരുടെ ഈ അടിപൊളി അലുമിനി ബേസ് ഉള്ളതുകൊണ്ട് തന്നെ അത് എങ്ങനെയെങ്കിലും അവർ ഹെൽപ്പ് ഔട്ട് ചെയ്ത് എല്ലാവരെയും പ്ലേസ് ആക്കാനും നോക്കാറുണ്ട്. അതായത് ഏതൊരു ടോപ്പ് കമ്പനി എടുത്തു കഴിഞ്ഞാൽ there will be at least one NMIMS alum who is in a top position. സോ അങ്ങനത്തെ ഒരു കോൺഫറൻസും നിങ്ങൾക്ക് ഉണ്ടാവാം. പൊതുവെ പ്ലേസ്മെന്റ് ഇൻക്ലിനേഷൻ ഒന്ന് ഫീമെയിൽ സ്പെസിഫിക് റിസർവേഷൻസ് ഇല്ല അല്ലെങ്കിൽ കോട്ടാസ് ഇല്ല. സോ അതുകൊണ്ട്
യു വിൽ ഫൈൻഡ് വെരി ലെസ് ഫീമെയിൽസ് ഓൺ ദി ക്യാമ്പസ്. ഐ മീൻ ഒരു 1:4 റേഷ്യോയിലൊക്കെ ആയിരിക്കും ഫീമെയിൽസ് അത്രയും കുറവാണ് കൂടുതലായിട്ട് കാണാറുള്ളത്. ആൻഡ് ദെൻ മാർക്കറ്റിംഗിലാണ് കൂടുതലും ഇൻക്ലിനേഷൻ ഉള്ള NMIMS നോൺ ആസ് എ മാർക്കറ്റിംഗ് കോളേജ്. ഫിന്നും ഉണ്ട്, JPMC മുംബൈ ആണ്, ഫിനാൻഷ്യൽ ക്യാപിറ്റലാണ്, JPMC പോലെയുള്ള കോട്ടക് പോലുള്ള കമ്പനീസ് വരാറുണ്ടെങ്കിലും നമ്പേഴ്സ് വളരെ കുറവാണ്. സോ അഗെയിൻ, if you want to get into finance, you can get into NMIMS, but you should be very confident that ഞാൻ ഈ മൊത്തം ഓപ്പർച്യൂണിറ്റീസ് യൂസ് ചെയ്ത്, ദോ എനിക്ക് ഹോസ്റ്റൽസ് ഒന്നും ഇല്ലെങ്കിലും ഞാൻ ക്യാമ്പസിൽ കൂടുതൽ സമയം നിന്ന് അവിടെ നെറ്റ്വർക്ക് ചെയ്ത്, നെറ്റ്വർക്കിങ്ങിനും കൺസ്ട്രെയിൻസ് ഉണ്ട്. കാരണം നിങ്ങളൊരു ഭയങ്കര ഇൻട്രോവേർട്ടഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ആരും നിങ്ങൾ അടുത്ത് വന്ന് നെറ്റ്വർക്ക് ചെയ്യില്ല. ബിക്കോസ് ദർ ആർ ഓൾറെഡി എ ലോട്ട് ഓഫ് പീപ്പിൾ ഔട്ട് ദർ ആൻഡ് യു ഹാവ് ടു സ്റ്റേ ഔട്ട് സൈഡ്. നിങ്ങൾ ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് കുറെ നെറ്റ്വർക്കിംഗ് അല്ലാതെ നടക്കും, അത് ഇവിടെ നടക്കുന്നുണ്ടാവില്ല. സോ നിങ്ങൾ നിങ്ങളുടെ സിലോയിലായി പോകാൻ ചാൻസസ് ഉണ്ട്. ഞാൻ നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി പറയില്ല, ബട്ട് വാട്ട് ഐ എം ട്രൈങ് ടു സേ ഇസ് ലൈക്ക് ദിസ് ഇസ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി, ബട്ട് ദെൻ യു ഷുഡ് ബി ready to put in all your efforts and you should be ready to put yourself out there. So അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. if you can do that, go for NMIMS. ഞാൻ ആദ്യം പറഞ്ഞ ലിസ്റ്റ് ഓഫ് കോളേജസ് ലൈക്ക് എനി ബ്ലാക്കി, ഷില്ലോങ് ഓർ മുംബൈ, പ്ലസ് IIFT, MDA, SIBM, പൂനെ, SP Jain, ഇതിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ഗോ ഫോർ ദാറ്റ്. ഇപ്പം ഈവൻ ബിറ്റ്സോം ഒക്കെ ഉണ്ടെങ്കിലും ഇറ്റ്സ് ഹൈലി കമ്പയറബിൾ. കാരണം ബിറ്റ്സോമിലാണെങ്കിൽ tier 1 കമ്പനീസ് വരുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട് വിത്ത് എ ലെസർ ബാച്ച് സൈസ്. സോ ദാറ്റ്സ് ഓൾസോ ആൻ അഡ്വാൻറ്റേജ്, റൈറ്റ്? ഇനി സീനിയേഴ്സുമായിട്ട് നിങ്ങൾക്ക് ഒരുപാട് കണക്ട് ചെയ്യാനുള്ള അവന്യൂസ് ഉണ്ട്. കാരണം ഫസ്റ്റ് ഇയറിൽ തന്നെ നിങ്ങളുടെ ഈ പറയുന്ന ഒരു കോളേജ് ട്രാൻസിഷൻ സ്മൂത്ത് ആക്കാൻ വേണ്ടി അവരൊരു സീനിയറുമായിട്ട് നിങ്ങളെ ടൈപ്പ് ചെയ്യുന്നുണ്ടാവും. പിന്നെ ഫാക്കൽറ്റീസിന്റെ കേസ് പറയുകയാണെങ്കിൽ ദേ ആർ വെരി ഹാപ്പി വിത്ത് ദി കൈൻഡ് ഓഫ് ഫാക്കൽറ്റീസ്. 80% ഓഫ് ദി ഫാക്കൽറ്റീസ് ആർ സൂപ്പർ. 20% ഓഫ് ദി ഫാക്കൽറ്റീസ് അത്ര നല്ലതല്ലെങ്കിലും ഫീഡ്ബാക്സ് നല്ല രീതിയിൽ കേൾക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ആൻഡ് ദേ ഓൾസോ ലൈക്ക് ഡു എ ലോട്ട് ഓഫ് റിവിഷൻ ടു ദിയർ കരിക്കുലം. അതായത് ട്രഡീഷണൽ ബി സ്കൂൾസ് പോലെ അവർ ആ ഒരു പഴയ ഔട്ട്ഡേറ്റഡ് കരിക്കുലം വെച്ച് പിന്നെയും പഠിപ്പിക്കുക എന്നുള്ളതല്ല. ഇപ്പോഴത്തെ ഇൻഡസ്ട്രി ട്രെൻഡ്സ് ഒക്കെ നോക്കി ഇടയ്ക്കിടയ്ക്ക് അവർ കരിക്കുലം റിവൈസ് ചെയ്യാറുണ്ട്. ആൻഡ് ദെൻ ഫാക്കൽറ്റീസ് ഇപ്പൊ എൻ്റെ അടുത്ത് ഈ പറഞ്ഞ ഒരു കുട്ടി തന്നെ പറഞ്ഞത് അവർക്ക് ഏതോ ഒരു സബ്ജക്റ്റിൽ വന്ന ഫാക്കൽറ്റി അത്ര നല്ലതല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ആ ഫീഡ്ബാക്ക് കൊടുത്തപ്പോൾ ഇമ്മീഡിയറ്റ്ലി ആ ഫാക്കൽറ്റിയെ മാറ്റി വേറൊരു ഫാക്കൽറ്റിയെ വെച്ച് കൊടുത്തു. സോ അത്രയധികം അവർ ലിസൺ ചെയ്യുന്നുണ്ട്. ആൻഡ് ബാക്കിയുള്ളത് ജനറൽ മാനേജ്മെന്റ് യൂഷ്വൽ പ്രോഗ്രാം പോലെ തന്നെ ഫസ്റ്റ് ഇയർ മൊത്തം നിങ്ങൾ എല്ലാം പഠിക്കുന്നുണ്ടാവും. ഐ എം ടോക്കിംഗ് അബൌട്ട് MBA കോർ. സെക്കൻഡ് ഇയറിൽ യു ക്യാൻ സ്പെഷ്യലൈസ് ആൻഡ് ഫൈനൽസ് ആവുന്ന സമയത്ത് യു ക്യാൻ ക്രിയേറ്റ് വേരിയൻസ് ഓഫ് റെസ്യൂമെ ഫോർ ഡിഫറെന്റ് ഡൊമൈൻസ് ആൻഡ് അത് വെച്ചിട്ട് നിങ്ങൾക്ക് എല്ലാ കമ്പനീസിനും അപ്ലൈ ചെയ്യാം. സോ USPs പറയുകയാണെങ്കിൽ 1 NMIMS ബ്രാൻഡ് വാല്യൂ, കോർപ്പറേറ്റ് ലെവൽ, വിച്ച് ഓവർ ടോപ്പ് കമ്പനീസ് യു ഗോ there will be at least one alum out there. പിന്നെ ഞാൻ പറഞ്ഞ പോലെ അവരെപ്പോഴും സിലബസ് ഒക്കെ റീഇൻവെന്റ് ചെയ്ത് കുറച്ച് അപ്ഡേറ്റഡ് ആയിട്ട് വെക്കാറുണ്ട്. ആൻഡ് കംപ്ലൈൻസ് അവർ നല്ല രീതിയിൽ കേൾക്കുന്ന ഒരു അഡ്മിനും ആണുള്ളത്. ഫോറിൻ എക്സ്ചേഞ്ച് ഉണ്ട്, ബട്ട് ഫോറിൻ എക്സ്ചേഞ്ച് അഗെയിൻ ഒരുപാട് കൺസ്ട്രെയിൻസും എക്സ്പെൻസസും ഒക്കെ വരുന്നതുകൊണ്ട് പൊതുവെ ആൾക്കാർ പോകാറില്ല. ആൻഡ് ബിഗ് ബാച്ച് സൈസ് ഉണ്ട് ആൻഡ് ക്യാമ്പസ് ഇല്ല എന്നൊക്കെ പറയുമ്പോഴും you still have the option out there to stay in the campus late night and make use of the opportunities. അങ്ങനെ ഒരു ഓപ്ഷൻ അവിടെ ഉണ്ട്. എഗെയിൻ ഞാൻ പറഞ്ഞല്ലോ, ദിസ് ഈസ് നോട്ട് ഫോർ ദി ലൈറ്റ് മൈൻഡഡ്, ലൈറ്റ് ഹാർട്ടഡ് എന്ന് തന്നെ പറയാം. നിങ്ങൾ യു ഷുഡ് ബി റെഡി ടു പുട്ട് ഇൻ ഓൾ യുവർ എഫേർട്സ് ഇഫ് യു ആർ ഗോയിങ് ടു NMIMS, ബട്ട് ഇറ്റ്സ് എ ഗ്രേറ്റ് ബ്രാൻഡ്. ഇറ്റ് ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് ബി സ്കൂൾസ്. ഇനി എൻ്റെ അടുത്ത് കൂടുതലും ചോദ്യം ചോദിച്ചിട്ടുള്ളത് ഈ ബിസിനസ് അനലറ്റിക്സ് ആൻഡ് ഡാറ്റ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ MBA കുറിച്ചൊക്കെയാണ്. സോ അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഒന്ന്, ഇപ്പം അല്ല തന്നെ ഞാൻ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷനിൽ ഒരു സ്റ്റുഡൻറ്റുമായിട്ട് തന്നെ സംസാരിച്ചു. സോ ഷീ വാസ് ടെലിംഗ് മീ ഇവർക്ക് ഓൺ ടോപ്പ് ഓഫ് MBA കോർ സബ്ജക്ട്സ് കുറച്ചുകൂടെ ഇൻഡസ്ട്രി റെലവന്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. പൈത്തൺ, SQL, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഇൻഡസ്ട്രി 4.0, ടെക് കൺസൾട്ടിങ്, സൈബർ സെക്യൂരിറ്റി, അങ്ങനെയുള്ള മൊത്തത്തിലൊരു മാനേജ്മെന്റ് പ്ലസ് ഡിജിറ്റൽ വേൾഡിന്റെ ഒരു മിക്സ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ MBA ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ. ആൻഡ് ഞാൻ ഈ സംസാരിച്ച പുള്ളിക്കാരി വാസ് എ നോൺ എഞ്ചിനീയർ. സോ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ സ്ക്രാച്ച് ചെയ്ത് പഠിപ്പിക്കും. സോ യു ഡോണ്ട് ഹാവ് ടു ബി ലൈക്ക് സൂപ്പർ ഗുഡ് വിത്ത് ടെക് അല്ലെങ്കിൽ കോഡിംഗ് അറിയണം, അങ്ങനെയൊന്നുമില്ല. ഈവൻ ഈ MBA കഴിഞ്ഞാലും none of the managers who graduate from a top B school is expected to sit and code. But then ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ടെക് അല്ലെങ്കിൽ ഒരു ടെക് ആൾക്കാരോടുള്ള ഒരു എംപതി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതായത് സേ ഫോർ എക്സാമ്പിൾ ഇഫ് യു ആർ ഹാവിംഗ് എ ടെക്കി, യു ഷുഡ് ബി ഏബിൾ ടു ഗിവ് ദം റിയലിസ്റ്റിക് ഗോൾസ്. ആ ഒരു ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ ഈസിലി നിങ്ങൾക്ക് ഈ പറയുന്ന കോഴ്സിന്റെ പാർട്ടായിട്ട് തന്നെ പഠിപ്പിച്ചു തരും. ആൻഡ് ദാറ്റ് ഈസ് ലൈക്ക് ഗുഡ് ഇനഫ്. അപ്പൊ പുള്ളിക്കാരി പറയുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നല്ലതാണ്, ബാച്ച് സൈസ് വളരെ കുറവാണ്, 50 ചോടെ ബാച്ച് സൈസ് ഉള്ളൂ. ഐ എം ടോക്കിംഗ് അബൌട്ട് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ. ബിസിനസ് അനലിറ്റിക്സും സിമിലർ ആയിരിക്കും. ബട്ട് ദി തിങ് ഈസ് ബിസിനസ് അനലിറ്റിക്സ് ആൻഡ് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ സെപ്പറേറ്റ് പ്ലേസ് കോം ആണ്. സോ ഇഫ് യു ലുക്ക് അറ്റ് IIM ലക്നോയുടെ സേ ABM അഗ്രി ബിസിനസ് മാനേജ്മെന്റ് പ്രോഗ്രാം എടുത്തു കഴിഞ്ഞാൽ ദേ ആർ ഹാവിംഗ് എ പൂൾ പ്ലേസ്മെന്റ്. സോ അതുകൊണ്ട് അത് അഗ്രി ബിസിനസ് ആണെങ്കിൽ പോലും സിൻസ് ഇറ്റ്സ് പൂൾ പ്ലേസ്മെന്റ് അവർക്ക് എല്ലാവർക്കും ഒരേ പ്ലേസ്മെന്റ് ആക്സസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരു അഡ്വാൻറ്റേജ് ആണ്.
ഇതുപോലത്തെ പല കോളേജസും ഉണ്ട്, അതായത് പൂൾ പ്ലേസ്മെന്റ്സ് ഉള്ളത്. ഇപ്പൊ IIM-K-യിൽ there is a PGP Finance and a PGP Liberal Studies and Management, but the best part is നിങ്ങൾ ആ പ്രോഗ്രാമിലാണെങ്കിലും യു ക്യാൻ സിറ്റ് ഫോർ എ കോമൺ പൂൾ ഓഫ് പ്ലേസ്മെന്റ്. സോ കമ്പനീസ് വലുതായിട്ട് ഡിസ്ക്രിമിനേറ്റ് ചെയ്യില്ല. ബട്ട് ദെൻ ഇവിടെ പ്ലേസ് ബാക്കി എല്ലാ ക്ലബും കമ്മിറ്റി എല്ലാം കോറുമായിട്ട് എല്ലാം സെയിം ആണ്. ബട്ട് ദെൻ when it comes to placements, business analytics and digital transformation is having a separate placecom. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു 4-year-old പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ ഹയറിംഗ് ഉണ്ട്. ഹയറിംഗ് ഇപ്പം എടെക് ഫിൻടെക് ഇതൊക്കെ വരുന്നുണ്ട്, അനലിറ്റിക്സ് റോൾസ്, കൺസൾട്ടിംഗ് റോൾസ് വരുന്നുണ്ട്, ഈവൻ സെയിൽസ് ആൻഡ് പ്രൊഡക്ട്സ് റോൾസ് വരെ വരുന്നുണ്ട്. കുറച്ച് ഒക്കെ മറ്റേ ഈ പറയുന്ന ജനറൽ കോർ MBAക്ക് വരുന്ന ടൈപ്പ് കമ്പനീസും വരുന്നുണ്ട്. ബട്ട് അവിടെയും ജസ്റ്റ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴ്സ് വൈസ് ലുക്രേറ്റീവ് ആണ്. ഞാനും വിശ്വസിക്കുന്നു ഇന്നത്തെ MBAയിൽ ഡെഫിനറ്റ്ലി നമുക്ക് വേണ്ട കാര്യങ്ങളാണ് ഇവർ ആഡ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇൻ ഇന്ത്യ നമ്മൾ വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റ് നടക്കുന്നത് അലുമിനി ബേസും അല്ലെങ്കിൽ ആ ഒരു പ്രോഗ്രാമിന്റെ ബ്രാൻഡും ഒക്കെ വെച്ചിട്ടാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ദിസ് ഇസ് റിലേറ്റീവ്ലി ന്യൂ പ്രോഗ്രാം. എഗെയിൻ ഞാൻ പറഞ്ഞ സെയിം തിയറി അപ്ലൈസ്. ഇഫ് യു ആർ റെഡി ടു പുട്ട് യുവർ സെൽഫ് ഔട്ട് ദെയർ, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസിൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ട്, ആൻഡ് ഇഫ് യു തിങ്ക് ലൈക്ക് യു ക്യാൻ ഇംപ്രൂവ് ദാറ്റ് ഓവർ ദി നെക്സ്റ്റ് 2 years, ഇഫ് യു ക്യാൻ ഗെയിൻ മാക്സിമം നോളജ്, ടോക്ക് ടു ഫാക്കൽറ്റീസ്. അപ്പൊ നിങ്ങൾക്ക് ക്ലാസ് കഴിഞ്ഞ് വേണമെങ്കിൽ വീട്ടിലും പോകാം, അല്ലെങ്കിൽ അല്ലാത്തപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫാക്കൽറ്റീസിന്റെ അടുത്ത് പോയിരുന്ന് സംസാരിച്ച് അവരെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി അവരുടെ ഇൻട്രസ്റ്റിംഗ് പ്രോജക്ട്സ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യാം. അപ്പൊ ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റിലാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഈവൻ ഗോ ഫോർ MBA ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ. നോൺ എഞ്ചിനീയർ ആണെന്നുള്ളത് കൊണ്ട് ഒരു പ്രത്യേകിച്ച് പ്രശ്നമുണ്ടല്ലോ. ബട്ട് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് അതിന്റെ പാക്കേജ്, ആവറേജ് പാക്കേജ് നിങ്ങളുടെ പ്ലേസ്മെന്റ് റിപ്പോർട്ടിൽ നോക്കിയാൽ തന്നെ കുറച്ച് കുറവാണ്. അപ്പം ROI വൈസ് നിങ്ങൾ നോക്കുക. ROI ഞാൻ വലിയൊരു ഫാൻ അല്ല എന്ന് പറയുകയാണെങ്കിലും ഒരു 30 ലക്ഷം രൂപ കൊടുത്തിട്ട് ഒരു 10 ലക്ഷം രൂപ പാക്കേജ് കിട്ടുന്ന ഒരു കോഴ്സ് ഞാനും എടുക്കില്ല. ഇറ്റ് ഹാസ് ടു ബി ഡീസന്റ്. ഞാൻ എവിടെയാണ് എനിക്ക് പ്രശ്നമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർ 20 lakhs ഫീസുള്ള 2 കോളേജ് കമ്പയർ ചെയ്യുമ്പോൾ ഒരു സ്ഥലത്ത് 17 ഒരു സ്ഥലത്ത് 16 ലക്ഷം LP ആണെന്ന് വിചാരിച്ചിട്ട് ആ 1 ലക്ഷത്തിന്റെ ഡിഫറൻസ് ഒക്കെ വെച്ചിട്ട് ROI കാൽക്കുലേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. സോ അതിനോടാണ് ഞാൻ എതിരുള്ളത്. പക്ഷെ ഭയങ്കര ഒരു കുറഞ്ഞ ROI കിട്ടുന്ന ഒരു കോളേജ് ആണെങ്കിൽ ഞാനും അത് റെക്കമെൻഡ് ചെയ്യില്ല എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും. സോ നിങ്ങൾ അത് ആ ഒരു പോയിന്റും നിങ്ങൾ നോക്കുക. അപ്പൊ ഇതെല്ലാം നോക്കിയിട്ട് ഇഫ് ഇറ്റ് ഫിറ്റ്സ് യുവർ ക്രൈറ്റീരിയ ദെൻ ഡെഫിനറ്റ്ലി ഗോ ഫോർ ഇറ്റ്. ഇതിലൊക്കെ ലോൺ കിട്ടുന്നുണ്ടാവും, നിങ്ങളുടെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പാക്കേജും ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. ബട്ട് ദെൻ NMIMS ആണ്, NMIMS മുംബൈ ആണ്. ഓപ്പർച്യൂണിറ്റീസ്, എനോർമസ് ഓപ്പർച്യൂണിറ്റീസ്, എല്ലാത്തിനുള്ള പ്ലാറ്റ്ഫോം ഉണ്ട്. ബട്ട് ദർ ഇസ് നോ സ്പൂൺ ഫീഡിങ്. ബാച്ച് സൈസ് ഒട്ടും കുറവല്ല. അതുകൊണ്ട് തന്നെ ഒന്നും നിങ്ങളുടെ വായിൽ ആരും കൊണ്ട് വെച്ച് തരില്ല. നിങ്ങൾ അവിടെ പോയിട്ട് സാധാരണ എല്ലാം ടീച്ചർ പഠിപ്പിക്കട്ടെ, എന്നിട്ട് ഞാൻ എക്സാമിന് പോയി ഇതെടുത്തിട്ട് കമ്പനീസിന് അവർ കൊണ്ടുവരട്ടെ, ഞാൻ പോയി വെറുതെ ഇന്റർവ്യൂവിന് ഇരുന്ന് ക്രാക്ക് ചെയ്യും, അല്ലെങ്കിൽ ഫുഡ് അവർ കൊണ്ടുവരട്ടെ, ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. സോ അങ്ങനെ അതാണ് ഇതിന്റെ ഒരു കോൺ. ബട്ട് ഡെഫിനറ്റ്ലി ഫോർ പീപ്പിൾ ഹു ആർ ലൈക്ക് ഹാർഡ് വർക്കിംഗ്, ഹു ട്രസ്റ്റ് ഇൻ ദർ എബിലിറ്റീസ്, ഗ്രേറ്റ് പ്ലേസ് ടു ബി ഇൻ. ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ആണെങ്കിൽ കുറച്ചുകൂടെ, അതായത് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും സമാനമായ കോളേജസ് എന്നുള്ള ജനറൽ മാനേജ്മെന്റ് പ്രോഗ്രാമിൽ ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുക. ദോ ഇതെല്ലാം ഇൻഡസ്ട്രി റെലവന്റ് ആണെങ്കിലും മൈ ഹോൾ ഐഡിയ ഈസ് ലൈക്ക് എപ്പോഴും ഒരു കോളേജിലെ കോർ പ്രോഗ്രാമിനായിരിക്കും ഏറ്റവും കൂടുതൽ അലുമിനി ബേസും ഏറ്റവും കൂടുതൽ സപ്പോർട്ടും ഉണ്ടാവും. അപ്പൊ അത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജനറലി നല്ലതായിരിക്കും. ആൻഡ് ബിക്കോസ് ഇറ്റ്സ് എ ജനറൽ മാനേജ്മെന്റ് പ്രോഗ്രാം യു ക്യാൻ ഗോ ഇൻ ടു ഡൈവേഴ്സിഫൈ ഇൻ ടു എനി സോർട്ട് ഓഫ് കമ്പനീസ്, റൈറ്റ്? സോ അതാണ് എൻ്റെ ജനറൽ അഭിപ്രായം. ബട്ട് ദെൻ ഡിപ്പെൻസ് ഓൺ നിങ്ങൾക്ക് ഏതൊക്കെ കോൾസ് ഉണ്ട്, അല്ലെങ്കിൽ ഈ വർഷം നിങ്ങൾക്ക് ജോയിൻ ചെയ്യണോ, മുതലായ കാര്യങ്ങൾ, അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യാനുള്ള വാല്യൂ എടുത്ത് ഇതെല്ലാം നോക്കിയിട്ട് വേണം നിങ്ങൾ തീരുമാനം എടുക്കാൻ. സോ ഇതാണ് ഇൻ ജനറൽ അബൌട്ട് NMIMS. ഐ തിങ്ക് എക്സ്പെൻസിന്റെ പാർട്ട്, പുറത്ത് ഹോസ്റ്റലിൽ നിൽക്കണമെങ്കിലുള്ള എക്സ്പെൻസ്, ക്ലബ് കമ്മിറ്റീസ് എല്ലാം ഞാൻ കവർ ചെയ്തു. ആൻഡ് പേഴ്സണലി ഞാൻ പറയുകയാണെങ്കിൽ എന്റെ പിയേഴ്സ് എല്ലാം ഐ വാസ് ഇൻ IIM Indore, ഐ വാസ് ഓൾവേസ് envying NM people പ്യുവർലി ബിക്കോസ് ദേ ആർ ലൈക്ക് സൂപ്പർ പ്രൊആക്റ്റീവ്. അല്ലാതെ ഒരു ബി സ്കൂളിൽ കയറിയിട്ട് ഇനി എന്തായാലും കോളേജിൽ കയറി എന്ന് പറഞ്ഞിട്ട് വെറുതെ ചില്ല് ചെയ്ത് നടക്കുന്ന ആൾക്കാരല്ല. അപ്പൊ അങ്ങനത്തെ ഉള്ള ഒരു ബഞ്ചിനോട് പോകുമ്പോൾ യു ഷുഡ് ബി മെന്റലി പ്രിപ്പയർഡ് ഫോർ ദാറ്റ്. സോ അത്രേ എനിക്ക് പറയാനുള്ളൂ. സോ കോള് കിട്ടിയ എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്, യു ഹാവ് മേഡ് ഇറ്റ് ഇൻ ടു വൺ ഓഫ് ദി ടോപ്പ് 10 ബി സ്കൂൾസ് ഓഫ് ദി കൺട്രി, വിച്ച് ഈസ് എ ഗ്രേറ്റ് ഫീറ്റ്. നിങ്ങൾ ജോയിൻ ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുള്ളത് സെക്കൻഡറി, ബട്ട് ദെൻ ഇറ്റ്സ് എ ഗ്രേറ്റ് ഫീറ്റ് വാട്ട് യു ഹാവ് അച്ചീവ്. സോ ഗിവ് എ പാറ്റ് ഓൺ യുവർ ബാക്ക് ഫസ്റ്റ് തന്നെ. അത് കഴിഞ്ഞിട്ട് യു ക്യാൻ തിങ്ക് അബൌട്ട് വെദർ യു ഷുഡ് ബി ജോയിൻ ഇൻ ദിസ് ഇൻസ്റ്റിറ്റ്യൂട്ട്. So thanks a lot for watching my video. I'll be soon coming up with more interesting videos. Bye bye.